الحمد لله الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذكروا الله في أيام معدودات فمن تعجل في يومين فلا إثم عليه ومن تأخر فلا إثم عليه لمن اتقى واتقوا الله واعلموا أنكم إليه تحشرون صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ഭയപ്പെട്ടും പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾക്ക് ജീവിത ഇടപാടുകളെ മുഴുവനും വിധേയപ്പെടുത്തിയും തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് അവസാന ശ്വാസം വരെയും നിലനിന്നു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം പടച്ചവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത അവസ്ഥയിൽ തുടർന്നു പോകാനും മരണം വരെ അതിൽ ഉറച്ചു നിൽക്കാനുമുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ലോക മുസ്ലിം സമൂഹത്തിന്റെ ആഗോള ഇസ്ലാമിക സംഗമം പരിശുദ്ധ ഹജ്ജ് കർമ്മങ്ങൾ അതിന്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 4-5 നാൾ മുമ്പ് മിന മൈതാനിയിലെത്തിയ ഈ ഉമ്മത്തിന്റെ പ്രതിനിധികളായ 18 ലക്ഷത്തോളം വരുന്ന അള്ളാഹുവിന്റെ അതിഥികളായ ഹാജിമാർ മഹാഭൂരിപക്ഷവും ഇന്ന് വൈകുന്നേരത്തോടു കൂടി മിന വിടുകയാണ്. ദുൽഹജ്ജ് 7-ന് രാത്രിയിലും 8-ന് പകലിലുമായി മിനയിലെ തമ്പുകളിലെത്തിയ ഹാജിമാരുടെ ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും മിനയിൽ തന്നെയാണ്. കഴിഞ്ഞ 4-5 ദിവസങ്ങൾ ഹാജിമാരൊക്കെ നിരന്തരമായ യാത്രകളിലായിരുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ വിളി കേട്ട് പടച്ചവന്റെ ഭവനത്തിലെത്തി ഉംറ നിർവഹിച്ച് ഹറമിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെയായി കഴിഞ്ഞു വന്നിരുന്ന വിശ്വാസികളോട് ഹജ്ജിനു വേണ്ടി ദുൽഹജ്ജ് 8-ന് കഅബ ഉൾപ്പെടുന്ന മസ്ജിദുൽ ഹറം വിട്ടുപോകാനാണ് പടച്ച റബ്ബ് ആവശ്യപ്പെട്ടത്. കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോ ആശ്ചര്യം തോന്നിയേക്കാം, അല്ലെ? കാലങ്ങളായി കഅബ കാണാൻ കൊതിയോടെ കാത്തിരുന്നിട്ട് അവസാനം ആ ആഗ്രഹം അല്ലാഹു സാധിപ്പിച്ചു കൊടുത്ത് പുണ്യഭൂമിയിലെത്തി ആ പരിശുദ്ധ ഭവനമായ കഅബ കൺകുളിർക്ക കണ്ട് നിർവൃതിയടഞ്ഞ്
ഹജറുൽ അസ്വദ് ചുംബിക്കാൻ കഴിഞ്ഞ ആത്മനിർവൃതിയോടുകൂടി തവാഫും സഹയും അതുപോലെ തന്നെ സ്വലാത്തും ഖിറാഅത്തുകളും ഇഅ്തികാഫും ഖിയാമുൽ ലൈലും ഒക്കെയായി മസ്ജിദുൽ ഹറമിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടിയിരുന്ന അള്ളാഹുവിന്റെ അതിഥികളോട് ഹജ്ജിന് വേണ്ടി ഹറം വിട്ടു പോകാനാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. കാരണം അവർ കഅബയെ ആരാധിക്കാൻ വന്നവരല്ല, മറിച്ച് കഅബയുടെ നാഥന് ഇബാദത്ത് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവരാണ്. ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത് കഅബയുടെ നാഥനാണ്. കഅബയുടെ നാഥനാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത്. കഅബയുടെ നാഥൻ ഹജ്ജിന് വേണ്ടി കഅബ വിട്ടു പോകാൻ പറയുമ്പോൾ ഹാജിമാർ ഹറം ഉപേക്ഷിച്ചു പോവുകയാണ്. നമസ്കാരത്തിന് മറ്റു പള്ളികളെക്കാൾ 1,00,000 ഇരട്ടി പുണ്യമുള്ള മസ്ജിദുൽ ഹറാം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഹാജിമാർ ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്ത് ദുൽഹജ്ജ് 7 രാത്രിയിലും 8 പകലിലുമൊക്കെയായി മിനായിലേക്ക് പോകുന്നത്. കാരണം കഅബ വിശ്വാസിയുടെ ലക്ഷ്യമല്ല, കഅബ വിശ്വാസിയുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ദിശ മാത്രമാണ്. കഅബയിൽ എത്തിയത് കൊണ്ട് ഹജ്ജ് തീരുകയല്ല, ഹജ്ജ് അവിടെ ആരംഭിക്കുകയാണ്. പടച്ചവന്റെ ഭവനത്തിലായിരുന്ന വിശ്വാസികളോട് ആ ഭവനത്തിന്റെ നാഥനാണ് മിനായിലേക്ക് പോകാൻ കൽപ്പിക്കുന്നത്. ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്. ഞാൻ പറഞ്ഞല്ലോ, 4-5 നാളുകളിലായി ഹാജിമാർ നിരന്തരമായ യാത്രകളിലായിരുന്നത്, ചെറിയ ചെറിയ യാത്രകളായിരുന്നു അത്. ഹറമിൽ നിന്ന് മിനായിലേക്ക്, ദുൽഹജ്ജ് 9 പുലർച്ചെ മിനായിൽ നിന്നും അറഫയിലേക്ക്, ആ ദുൽഹജ്ജ് 9 വൈകുന്നേരത്തോടു കൂടി സൂര്യാസ്തമയത്തോടു കൂടി അറഫയിൽ നിന്നും മുസ്ദലിഫയിലേക്ക്, അന്ന് രാത്രി അല്ലെങ്കിൽ പാതിരാവിന് ശേഷം ദുൽഹജ്ജ് 10 പുലർച്ചെ മുസ്ദലിഫയിൽ നിന്നും മിനായിലെ ജംറകളിലേക്ക്, തുടർന്ന് തവാഫിനും സഅയിനും ഒക്കെയായി മിനായിൽ നിന്നും പിന്നെ ഹറമിലേക്ക്, പിന്നീട് അന്ന് തന്നെ രാത്രിയിൽ മിനായിലേക്ക് തിരിച്ച് തമ്പുകളിലേക്ക്. അങ്ങനെ ഹാജിമാർ കഴിഞ്ഞ 4-5 നാളുകളിലായി നിരന്തരമായ യാത്രയിലായിരുന്നു. വിശപ്പും ദാഹവും മറന്നുകൊണ്ടുള്ള യാത്രകളായിരുന്നു. അത് വലിയൊരു യാത്രക്ക് മുമ്പുള്ള ചെറിയ ചെറിയ യാത്രകളാണ്. ജീവിതത്തിന്റെ ക്ഷണികതയും നിസ്സാരതയും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന യാത്രകൾ. കാരണം നിങ്ങൾ എവിടെയും സ്ഥിരമായി താമസിക്കാൻ വന്നവരല്ല. നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ആയുസ് ഏത് നിമിഷവും അവസാനിക്കാനുള്ളതാണ്. ആ അജല് എപ്പോഴാണ് എന്നത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. ആ അജല് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആരാണെങ്കിലും ദുനിയാവിനോട് വിട പറഞ്ഞേ മതിയാകൂ. നമ്മൾ എത്ര വലിയ സൗകര്യങ്ങളിൽ കഴിയുന്നവരാണെങ്കിലും, എത്ര വലിയ കൊട്ടാരങ്ങളിൽ കിടന്നുറങ്ങുന്നവരാണെങ്കിലും, എത്ര ഏക്കർ കണക്കിന് ഭൂമിയുടെ ഉടമയാണെങ്കിലും 6 അടി മണ്ണിൽ ചെരിഞ്ഞു കിടക്കുവാനുള്ള സ്ഥലമേ നമുക്കൊക്കെ കിട്ടുകയുള്ളൂ. ആ അർത്ഥത്തിൽ ഏതു നിമിഷവും ഇഹലോകമാകുന്ന ഇക്കരെ നിന്ന് പരലോകമാകുന്ന അക്കരയിലേക്ക് മരണമാകുന്ന തോണിയിലൂടെയുള്ള ഒരു യാത്ര, ആ അവസാനത്തെ യാത്രക്ക് മുമ്പുള്ള ചെറിയ ചെറിയ യാത്രകളാണ് ഈ ദുനിയാവിൽ സാധ്യമാകുന്നത്. ആ യാത്രകൾ ഓരോ ഹാജിമാരെയും ഓർമ്മിപ്പിക്കുന്നത് ഈ ദുനിയാവിന്റെ ക്ഷണികതയാണ്, ഐഹിക ജീവിതത്തിന്റെ നിസ്സാരതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയതും ഉണർത്തിയതും ഒരു യാത്രക്കാരന്റെ മനസ്സോടുകൂടി, അതല്ലെങ്കിൽ ഒരു പ്രവാസിയുടെ മനസ്സോടുകൂടി ദുനിയാവിൽ ജീവിക്കാനാണല്ലോ. കുൻ ഫി ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമ്മൾ കാണുകയാണ്. കുൻ ഫി ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. നിങ്ങൾ ഈ ദുനിയാവിൽ ഒരു വിദേശിയെ പോലെയാവുക, ശാശ്വതമായി ഇവിടെ തന്നെ കഴിയാമെന്ന് നിങ്ങൾ കരുതരുത്. പ്രവാസ ജീവിതം നയിക്കുന്ന നമ്മളിൽ പലരും പ്രവാസ ജീവിതം നയിച്ചവരാണ്. പ്രവാസ ജീവിതം നയിക്കുന്ന ഒരാൾ ഒരിക്കലും ആ നാട്ടിൽ സ്ഥിരതാമസത്തിന് ചെല്ലുന്നവരല്ല. ഏത് സമയം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടവരാണെന്ന മനസ്സോടുകൂടി അത്യാവശ്യമുള്ളത് മാത്രം ചെലവഴിച്ച് ബാക്കി സമ്പാദ്യങ്ങളൊക്കെ നാട്ടിലേക്ക് അയച്ചു എപ്പോ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നാലും നഷ്ടബോധമില്ലാതെ തിരിച്ചു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക. അതാണ് ബുദ്ധിയുള്ളവരുടെ നിലപാട്. ഇതുപോലെയാകണം വിശ്വാസികൾ ദുനിയാവിൽ എന്നാണ്. ഐഹിക സുഖാഡംബരങ്ങളിൽ മതിമറന്നും മനം മയങ്ങിയും ഇവിടുത്തെ സുഖാഡംബരങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം അധ്വാന പരിശ്രമങ്ങൾ നടത്തുന്നവരും ആകരുത് മുമ്പിനുകൾ എന്നാണ്. കാരണം ഇത് ദാറുൽ ഗുറൂറാണ്, ഇത് ദാറുൽ ഖുലൂദല്ല. ശാശ്വതമായി കഴിയാനുള്ള ഗേഹമല്ല വിശ്വാസികൾക്ക് ദുനിയാവും എന്ന് പറയുന്നത്. ഔ ആബിറു സബീൽ, അതല്ലെങ്കിൽ നിങ്ങൾ ഒരു യാത്രക്കാരനെ പോലെയാകണം. ഒരു യാത്രക്കാരൻ യാത്രക്കിടയിൽ വിശ്രമിക്കുന്ന ഇടത്താവളങ്ങളുണ്ടല്ലോ, ഒരിക്കലും ആ ഇടത്താവളങ്ങളിൽ ആ യാത്രക്കാരൻ സ്ഥിരതാമസമാക്കുന്നില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ദുനിയാവുമായുള്ള തന്റെ ബന്ധത്തെ താരതമ്യം ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞത് അതാണ്. ഇന്നമാ അന വദ്ദുനിയാ കറാകിബിൻ ഇസ്തദല്ല തഹത ഷജറ.
ഞാനും ഈ ദുനിയാവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു യാത്രക്കാരൻ ആ യാത്രക്കിടയിൽ വിശ്രമിക്കുന്ന ഒരു മരത്തണൽ പോലെയാണ്. തുമ്മറാഹവ തറക്കഹ, അങ്ങനെ ഒരു അല്പസമയം വിശ്രമിച്ച് ആ മരത്തണൽ ഉപേക്ഷിച്ചുകൊണ്ട് യാത്ര തുടരുന്നവരെ പോലെ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ തഖ്വയും ലാളിത്യവും പരലോക ചിന്തയും ഒക്കെ വളർത്താനും ഉണർത്താനും ഉതകുന്ന നബിവചനമാണത്. അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇദാ അംസൈത ഫലാ തംതദിർ സുബഹ, വൈകുന്നേരമായാൽ നിങ്ങൾ പ്രഭാതം പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ വരെ നീ ജീവിക്കുമെന്ന് കരുതരുത്. വഇദാ അസ്ബഹത ഫലാ തംതദിർ മുസാ, രാവിലെയായാൽ വൈകുന്നേരത്തെയും നീ പ്രതീക്ഷിക്കരുത്, കാത്തിരിക്കരുത്. വൈകുന്നേരം വരെ നീ ജീവനോടെ ഇരിക്കുമെന്ന് നിനക്കൊരു ഉറപ്പുമില്ലല്ലോ. തുടർന്ന് അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക, നിന്റെ ആരോഗ്യകാലത്തെ രോഗകാലത്തേക്കും, വമിൻ ഹയാതിക ലിമൗതിക, ജീവിതകാലത്ത് മരണത്തിനുമായി നീ തയ്യാറെടുക്കുക. അഥവാ ചെയ്തു തീർക്കാനുള്ള നന്മകൾ പിന്നത്തേക്ക് മാറ്റിവെക്കരുത് എന്ന്. ഇന്ന് ചെയ്യേണ്ട അമലുകൾ നാളെ ചെയ്യാമെന്ന് കരുതരുത് എന്ന്. കാരണം നാളെ എന്ന് പറയുന്നത് നാം ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ലാത്തതാണ്. മഹാനായ ഉമർ രണ്ടാമൻ എന്ന പേരിൽ അറിയപ്പെടുന്ന, ഇസ്ലാമിന്റെ 5ാം ഖലീഫ എന്ന് അറിയപ്പെടുന്ന മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വിശാലമായ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അമീറുൽ മുഅ്മിനായി ഖലീഫയായി ചുമതല ഏൽപ്പിക്കപ്പെട്ടതിനു ശേഷം രാത്രിയിൽ ഒരുപാട് വൈകും വരെ ജോലി ചെയ്തുകൊണ്ടിരിക്കെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അമീറുൽ മുഅ്മിനീൻ, ഇനി ബാക്കിയുള്ള ജോലികൾ നാളെ ചെയ്തുകൂടെ, ഇനി ഒരു അല്പസമയം ഉറങ്ങിക്കൂടെ എന്ന് ചോദിക്കുമ്പോ ഖലീഫയുടെ മറുപടി, ഇന്നത്തെ ജോലി തന്നെ എനിക്കിന്ന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്നത്തെയും നാളത്തെയും കൂടിയുള്ള ജോലി എങ്ങനെ ഞാൻ നാളെ ചെയ്യും എന്ന് ചോദിക്കുകയാണ്. അഥവാ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയമുള്ളവരെ, ഇന്നലെ എന്നത് കഴിഞ്ഞു പോയതാണ്, ഒരിക്കലും തിരിച്ചു വരാത്തതാണ്. നാളെ എന്നത് നമ്മൾ ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ലാത്തതാണ്. അതുകൊണ്ട് ഇന്നുകളെ നന്മ കൊണ്ട് സമ്പന്നമാക്കുക എന്നതാണ് ഒരു മുഅ്മിനിന്റെ ബുദ്ധിപരമായ നിലപാട് എന്ന് പറയുന്നത്. ഞാൻ സൂചിപ്പിച്ചു വന്നത് ഹജ്ജുമായി ബന്ധപ്പെട്ടാണ്. 4-5 നാളുകളിലായി നിരന്തരമായ യാത്രകളിലായിരുന്നു ഹാജിമാർ. അവരിന്ന് വൈകുന്നേരത്തോടുകൂടി മിന വിടുകയാണ്. ജംറകളിലെ കല്ലെറിയൽ ദുൽഹജ്ജ് 11, 12 എന്നീ 2 ദിവസമായാലും, ഇനി അതല്ല ഒരു ദിവസം കൂടി വൈകിപ്പിച്ച് 13 വരെ എറിഞ്ഞാലും പ്രത്യേകിച്ച് കുഴപ്പമില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലേ, വമൻ തഹജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി വമൻ തഅഖറ ഫലാ ഇസ്മ അലൈഹി ലിമൻ ഇത്തഖ. അല്ലേ, നിങ്ങൾ മിനയിൽ നിന്ന് 2 ദിവസം ചെലവഴിച്ച് ദുൽഹജ്ജ് 11, 12 ദിവസങ്ങളിൽ ചെലവഴിച്ച് മടങ്ങിയാലും അതല്ല 3 നാള് കഴിഞ്ഞാലും തെറ്റൊന്നുമില്ല. പക്ഷെ മർമ്മം പറന്നു പോകരുത് എന്ന് പരിശുദ്ധ ഖുർആൻ. മർമ്മം എന്താണ് മർമ്മം എന്ന് ചോദിച്ചാൽ ലിമനി തഖ, നിങ്ങൾ തഖ്വ കൈവരിച്ചോ എന്നതാണ് പ്രധാനം. മിനയിൽ നിന്ന് ആരംഭിച്ച ഹജ്ജ് മിനയിൽ തന്നെ അവസാനിക്കുമ്പോ അതാണ് പരിശോധിക്കപ്പെടേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ. ദുൽഹജ്ജ് 7 രാത്രിയും 8 പകലുമായി ഹാജിമാർ ഹറമിൽ നിന്നും 5.5 കിലോമീറ്റർ ദൂരമുള്ള മിനയിൽ എത്തുകയാണ്. നീണ്ടുകിടക്കുന്ന 2 മലകൾക്കിടയിൽ പരന്നു കിടക്കുന്ന വിശാലമായ മൈതാനിയിൽ പരിമിതമായ സൗകര്യങ്ങളിലാണ് ഹാജിമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞുകൂടിയിരുന്നത്. നമുക്കറിയാമല്ലോ, വർഷത്തിൽ കേവലം 5-6 ദിവസങ്ങൾ മാത്രം ജനലക്ഷങ്ങളെ കൊണ്ട് വീർപ്പുമുട്ടുന്ന മൈതാനിയാണ് മിന എന്ന് പറയുന്നത്. ദുൽഹജ്ജ് 8-ന് മിനയിലെത്തുന്ന ഹാജിമാർ മിനായിൽ പ്രത്യേകിച്ച് അവരൊന്നും ചെയ്യുന്നില്ല. മിനായിൽ പ്രത്യേകിച്ച് ഹാജിമാർക്കൊന്നും ചെയ്യാനുമില്ല എന്നല്ല, സാധാരണ ഉണ്ടായിരുന്ന നമസ്കാരം തന്നെ അള്ളാഹു ഹാജിമാർക്ക് കസറാക്കി നമസ്കരിക്കാൻ അനുവാദം കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നിങ്ങൾ ഹജ്ജ് കർമ്മങ്ങൾ എന്നിൽ നിന്നും പഠിക്കുക എന്ന് പറഞ്ഞ പ്രവാചകൻ അങ്ങനെയാണ് പഠിപ്പിച്ചത്. പിന്നെ എന്താണ് ഹാജിമാർ മിനയിൽ നേടുന്നത്? എന്തിനാണ് ഹാജിമാർ ഇങ്ങനെ മിനയിൽ താമസിക്കുന്നത്? ഈ അറിയപ്പെടുന്ന ദിവസങ്ങളിൽ നിങ്ങൾ പടച്ചവനെ ധാരാളമായി സ്മരിക്കുക എന്നാണ് മിനയിലെ ഹാജിമാരോട് അല്ലാഹുവിന്റെ കൽപ്പന. എന്താണ് മിനയിൽ നിന്ന് ഹാജിമാർക്ക് നേടാനുള്ളത് എന്ന് ചോദിച്ചാൽ, പരിമിതമായ സൗകര്യങ്ങളിൽ സംതൃപ്തിയോടുകൂടി ജീവിക്കാനുള്ള പരിശീലനമാണ്. പരിമിതമായ സൗകര്യങ്ങളിൽ സന്തോഷത്തോടുകൂടി അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള പരിശീലനമാണ്. അല്ലെ, സൗകര്യങ്ങൾ എത്ര വർദ്ധിച്ചാലും മതിയാകാത്ത ഒരു കാലത്ത് സൗകര്യങ്ങൾ പിന്നെയും വർദ്ധിപ്പിക്കാൻ വേണ്ടി മനുഷ്യൻ ആർത്തി പിടിച്ചോടുന്ന ഒരു കാലത്ത് വലിയ പാഠമാണ് ഇത് വിശ്വാസികൾക്ക് നൽകുന്നത്. അല്ലെ, സഹജീവികൾക്ക് വേണ്ടി സ്വന്തം സൗകര്യ സങ്കല്പങ്ങളെ കൈയൊഴിക്കാൻ സന്നദ്ധമാണോ എന്നാണ് മിനയിലെ താൽക്കാലികമായ തമ്പുകൾ ഹാജിമാരോട് ചോദിക്കുന്നത്.
നിങ്ങൾക്ക് ഇനിയും സ്വാർത്ഥതയുടെ പുറന്തോട് പൊട്ടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അവനവനിസത്തിന്റെ അഥവാ സെൽഫിഷ്നെസിന്റെ സങ്കുചിതത്വത്തിൽ നിന്ന് പുറത്തു കടക്കാൻ നിങ്ങൾക്കിനിയും സാധ്യമായിട്ടില്ലെങ്കിൽ, അറഫയും മുസ്ദലിഫയും ജംറയും ഹജ്ജിലെ മറ്റ് കർമ്മങ്ങളും ഒക്കെ നിങ്ങളെ അതിന് പ്രാപ്തമാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളെ ഹജ്ജും ഉംറയും കൊണ്ടെന്ത് കാര്യം എന്നാണ് മിന ചോദിക്കുന്നത് ഓരോ ഹാജിമാരോടും. എന്ന് പറഞ്ഞാൽ സഹജീവികൾക്ക് വേണ്ടി കുറച്ച് പ്രയാസങ്ങൾ സഹിക്കാനും ചിലതൊക്കെ ത്യജിക്കാനും കഴിയണം മുഅ്മിനുകൾക്ക് എന്നാണ് മിന പഠിപ്പിക്കുന്നത്. അവനവന്റെ സുഖദുഃഖങ്ങളുടെ ലോകത്ത് മാത്രം കഴിയേണ്ടവരല്ല മുഅ്മിനുകൾ. സ്വന്തം സ്വയം ഞെരുങ്ങിയിട്ടാണെങ്കിലും അല്ലെ വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ എന്ന് ചരിത്രം സഹാബി സമൂഹത്തെ കുറിച്ച് കോറിയിട്ട വരികളുണ്ടല്ലോ പരിശുദ്ധ ഖുർആനിൽ. സ്വന്തം ആവശ്യമുണ്ടായിരിക്കുക, മറ്റുള്ളവനെ പരിഗണിക്കാൻ കഴിയുക, സ്വയം ഞെരുങ്ങിയിട്ടാണെങ്കിലും മറ്റുള്ളവരുടെ ഞെരുക്കങ്ങളിൽ താങ്ങും തണലുമാകാൻ കഴിയുക, അതൊരു മുഅ്മിനിനോട് ദീനുൽ ഇസ്ലാം ആവശ്യപ്പെടുന്നതാണ്. കാരണം നിങ്ങളെല്ലാവരും ഒരേ മാതാപിതാക്കളുടെ മക്കളാണല്ലോ, നിങ്ങളെല്ലാവരും ഒരേ റബ്ബിന്റെ സൃഷ്ടികളാണല്ലോ. നമ്മളൊക്കെ അറഫ ദിവസം നോമ്പനുഷ്ഠിച്ചവരാണ്. അറഫ ഉയർത്തിപ്പിടിക്കുന്നതും അറഫ നമുക്ക് പകർന്നു നൽകുന്നതും ഈ സാഹോദര്യത്തിന്റെ, ഈ ഏക മാനവികതയുടെ സന്ദേശമാണല്ലോ. അലാ ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ് കുല്ലുക്കും മിൻ ആദം വ ആദം ഖുലിഖ മിൻ തുറാബ്. നിങ്ങളെല്ലാവരും ഒരു റബ്ബിന്റെ സൃഷ്ടികളാണ്, നിങ്ങളെല്ലാവരും ഒരൊറ്റ പിതാവിന്റെ മക്കളാണ്, നിങ്ങളെല്ലാവരും മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരാണ്. എന്നാൽ നിങ്ങളുടെ പിതാവായ ആദം മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട് മണ്ണിലേക്ക് മടങ്ങേണ്ട മനുഷ്യരാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. ജനാസ ഖബറടക്കിയിട്ട് മണ്ണ് മൂടുന്നതിന് മുമ്പ് വിശ്വാസികൾ അവസാനം കൊടുക്കുന്ന യാത്രാമൊഴിയാണ്. ഈ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട് മണ്ണിലേക്ക് തന്നെ മടങ്ങി മണ്ണിൽ നിന്ന് വീണ്ടും പുനർസൃഷ്ടിക്കപ്പെടുന്ന, വീണ്ടും പുറപ്പെടുവിക്കുന്ന മനുഷ്യൻ അല്ലെ, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അറഫയിൽ നിന്ന് മടങ്ങുന്ന ഹാജിമാർ ദുൽഹജ്ജ് 9 രാത്രി കിടന്നുറങ്ങേണ്ടത് മണ്ണിലാണ്, മുസ്ദലിഫയിലെ മണ്ണിലാണ്. ആകാശം മേൽക്കൂരയാക്കി ഭൂമിയിൽ അന്തിയുറങ്ങണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആരൊക്കെയാണ് അതിലുണ്ടാവുക? വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന വലിയ വലിയ ഭരണാധികാരികൾ ഉണ്ടാകും, കോടികളുടെ ആസ്തിയുള്ളവരുണ്ടാകും. അവരൊക്കെയും മുസ്ദലിഫയുടെ മണ്ണിൽ കിടന്നുറങ്ങുകയാണ്. മീഖാത്തിൽ നിന്നും ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കിടയിലുള്ള സകല വൈവിധ്യങ്ങളും അവിടെ റദ്ദ് ചെയ്യപ്പെടുകയാണ്. നേരത്തെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്കിടയിലുള്ള ആ ഒരു വൈവിധ്യങ്ങളുണ്ടല്ലോ, വർഗപരമായ, വർണ്ണപരമായ, ഭാഷാപരമായ, അതുപോലെ തന്നെ സൗകര്യങ്ങളിലുള്ള, വിവിധ സാമ്പത്തിക ശ്രേണികളുള്ള സകല വൈവിധ്യങ്ങളെയും പടച്ച റബ്ബ് ഇഹ്റാമിൽ നിന്നും മീഖാത്തിൽ നിന്നും ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ആ ഹാജിമാർക്കിടയിലുള്ള എല്ലാ വൈവിധ്യങ്ങളെയും പടച്ചവൻ തകർത്ത് കളഞ്ഞിട്ടുണ്ട് അല്ലെ. മനുഷ്യന്റെ വൈവിധ്യങ്ങൾ, മനുഷ്യന്റെ ഒരു ഐഡന്റിറ്റിയെ പ്രകടമാക്കുന്ന സ്വന്തം വ്യക്തിത്വത്തെ പ്രകടമാക്കുന്നതാണല്ലോ അവന്റെ വസ്ത്രധാരണം എന്ന് പറയുന്നത്. അത് അവിടെ വെച്ച് തന്നെ പടച്ചവൻ അഴിച്ചു വെപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അഴിച്ചു വെച്ചിട്ടല്ലാതെ മീഖാത്തിൽ നിന്നും ഒരു ഇഞ്ച്, ഒരടി മുന്നോട്ട് നീങ്ങരുത് എന്നാണ് പടച്ചവന്റെ കൽപ്പന. എന്നിട്ട് എല്ലാവർക്കും 2 കഷ്ണം തുണി മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ. ഹജ്ജിലേക്ക് അങ്ങനെ പ്രവേശിക്കാവൂ എന്നാണ് അല്ലെ. എന്ന് പറഞ്ഞാൽ മയ്യത്തിന് കൊടുക്കുന്നതിനേക്കാളും 1 കഷ്ണം ഒരു തുണി കുറവാണ്. അങ്ങനെ ആ ഒരു വൈവിധ്യങ്ങൾ അവിടെ വെച്ചുകൊണ്ട് തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചു വരുന്നത് മിനായിലെ തമ്പുകൾ വിശ്വാസികൾക്ക് നൽകുന്ന പാഠങ്ങൾ, മുസ്ദലിഫയിൽ രാത്രി കഴിച്ചുകൂട്ടുന്ന വിശ്വാസികൾ സ്വയം അനുഭവിക്കുന്ന പാഠങ്ങൾ എന്നല്ല. ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും വിശ്വാസിയെ ഇങ്ങനെ പാകപ്പെടുത്തുകയാണ്, ഒരു യഥാർത്ഥ അടിമയായി അവനെ പരുവപ്പെടുത്തിയെടുക്കുകയാണ്. സകലവിധ അഹംബോധങ്ങളെയും തച്ചു തകർക്കുകയാണ്, എല്ലാവിധ അഹങ്കാരത്തിന്റെ കണികകളെയും അവിടെ ഇട്ട് ഞെരിച്ച് ഇല്ലാതാക്കുകയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ ചെന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ, ആ അടിമയായി തന്നെ പടച്ചവനിലേക്ക് വരണമെന്നാണ് തീരുമാനിച്ചത്. വൈവിധ്യങ്ങളില്ലാതെ, വിവേചനങ്ങളില്ലാതെ, എല്ലാ അർത്ഥത്തിലുള്ള വിവേചനങ്ങളെയും റദ്ദുവരുത്തി അല്ലെ. അറഫയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചത് ആ വിവേചനങ്ങൾ കറുതി വരുത്തിക്കൊണ്ട പ്രഖ്യാപനമാണ്. ലാ ഫദ്ല ലി അറബിയ്യിൻ വലാ ലി അജമിയ്യിൻ വലാ ലി അജമിയ്യിൻ അലാ അറബിയ്യിൻ വലാ ലി അസ്ഫദിൻ അലാ അഹ്മരിൻ വലാ ലി അഹ്മരിൻ അലാ അസ്ഫരിൻ ഇല്ലാ ബിത്തഖ്വ. വെളുത്തവന് കറുത്തവനേക്കാൾ ഒരു പ്രത്യേകതയുമില്ല, ഒരു ശ്രേഷ്ഠതയുമില്ല, തിരിച്ചുമില്ല. ചുവന്നവന് വെളുത്തവനേക്കാളും, വെളുത്തവന് ചുവന്നവനേക്കാളും ഒരു പ്രത്യേകതയുമില്ല, ഒരു ശ്രേഷ്ഠതയുമില്ല. പടച്ചവന്റെ അടുത്ത് നിങ്ങൾക്കുള്ള മഹത്വത്തിന്റെ മാനദണ്ഡം വല്ലതും ഉണ്ടെങ്കിൽ ഇല്ലാ ബിത്തഖ്വ, റബ്ബിനോട് എത്രമാത്രം സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് നിങ്ങൾ ജീവിക്കുന്നു എന്നത് മാത്രമാണ്. അതിന്റെ ആവർത്തനങ്ങൾ, ആ അടയാളപ്പെടുത്തലുകൾ, അത് ആർജിക്കാൻ വേണ്ടിയുള്ള ആവർത്തിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഹജ്ജിലുടനീളം നമ്മൾ കാണുന്നത് അതാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട പരിശുദ്ധ ഖുർആനിന്റെ ഓരോ പരാമർശങ്ങൾ പഠിച്ചാലും
നമ്മൾ കാണുന്നത് ഈ തഖ്വയാകുന്ന പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കാൻ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ ഒരടിമയെ പ്രാപ്തമാക്കുന്ന പടച്ചവന്റെ പ്രഖ്യാപനങ്ങളാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട പല ആയത്തുകളിലും നമ്മൾ കാണുന്നത്. ഹജ്ജിന്റെ ഒരുക്കം മുതൽ അങ്ങനെയാണ് അല്ലെ? ഹജ്ജിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്താൻ വേണ്ടി അള്ളാഹ് പറയുന്നുണ്ട്, നിങ്ങൾ രേഖകൾ ശരിയാക്കിക്കോ, പൈസ ഒരുക്കൂട്ടിക്കോ, ആളുകളോടൊക്കെ യാത്ര പറഞ്ഞോ, അതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും നിങ്ങൾ ഒരുക്കിക്കോ. പക്ഷേ എല്ലാ ഒരുക്കങ്ങളെക്കാളും അപ്പുറത്തുള്ള ഒരു ഒരുക്കത്തെ കുറിച്ച് നിങ്ങൾ മറന്നു പോകരുത്. ഏറ്റവും വലിയ മുന്നൊരുക്കം എന്ന് പറയുന്നത് പടച്ചവനോടുള്ള ഭയവികാരമാണ്. ബലിയെറുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചല്ലോ, അള്ളാഹ്ക്ക് നിങ്ങൾ അറക്കുന്ന മൃഗത്തിന്റെ മാംസമോ രക്തമോ ഒന്നും പടച്ചവൻ നോക്കുന്നില്ല. പടച്ചവനിലേക്ക് അതൊന്നും എത്തുന്നില്ല. പടച്ചവൻ നോക്കുന്നത് നിങ്ങളെ അതിന് പ്രേരിപ്പിക്കുന്ന ഹൃദയ വികാരമാണ്. നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതെന്തും പടച്ചവന്റെ കൽപ്പനക്കും വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതിനേക്കാൾ പടച്ചവനേക്കാൾ പ്രിയപ്പെട്ടതായി മറ്റൊന്നുമില്ല എന്ന ആ ഒരു പ്രഖ്യാപനത്തെ സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് ജീവിതം കൊണ്ട് സാധിക്കുമോ? ഇതാണ് പടച്ചവൻ നോക്കുന്നത്. മിനയിലെ താമസത്തെ കുറിച്ച് പറയുമ്പോഴും അങ്ങനെയാണ്. 2 ദിവസം മിനയിൽ താമസിച്ച് ജംറകളിൽ കല്ലെറിഞ്ഞ് നിങ്ങൾക്ക് മടങ്ങാം. 1 ദിവസം കൂടി പിന്തിച്ച് 3 ദിവസം കല്ലെറിഞ്ഞ് മടങ്ങാം. വമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി വമൻ തഅഖറ ഫലാ ഇസ്മ അലൈഹി ലിമൻ ഇത്തഖ. നിങ്ങൾ തഖ്വ നേടിയോ എന്നാണ് ചോദ്യം. തഖ്വ നേടിയിട്ടില്ലെങ്കിൽ 3 അല്ല 30 ദിവസം കല്ലെറിഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. ഹജ്ജിലൂടെ ആർജിക്കേണ്ടത് നേടിയെടുത്തില്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഒരുപാട് അനുഭവിച്ചറിവുകൾ, ഒരുപാട് പാകപ്പെടുത്തലുകൾ, ധാരാളം പ്രയോജനങ്ങൾ ലഭിക്കുന്ന ഒരു മഹത്തായ ഹജ്ജ് കർമ്മത്തിന്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ വിശ്വാസികൾ ഉണർത്തുന്ന, ഒരുപാട് തിരുത്തലുകൾക്ക് വിശ്വാസികളെ പ്രേരിപ്പിക്കുന്ന, ജീവിതത്തിന്റെ നൈമിഷികത വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്ന, ഒരുപാട് തിരിച്ചറിവുകൾ വിശ്വാസികൾക്ക് നൽകുന്ന, പടച്ചവന് വേണ്ടി പ്രിയപ്പെട്ടതെല്ലാം വിട്ടുകൊടുക്കാനുള്ള മനസ്സ് വിശ്വാസികളിൽ വളർത്തുന്ന, മറ്റൊരുപാട് പാഠങ്ങൾ വിശ്വാസികളെ പഠിപ്പിക്കുന്ന പരിശുദ്ധ ഹജ്ജ് കർമ്മം, ഈ വർഷത്തെ ഹജ്ജ് കർമ്മം അതിന്റെ പരിസമാപ്തിയിലേക്ക് നീക്കുമ്പോ പ്രിയമുള്ളവരെ, ഇനിയും ആ മഹത്തായ കർമ്മം നിർവഹിക്കാൻ അവസരം കഴിയാതെ പോയവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, അവസരം കിട്ടാതെ പോയവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, ചില തീരുമാനങ്ങൾ എടുക്കുവാൻ കൂടി ഈ സന്ദർഭം നമുക്ക് കാരണമാകേണ്ടതുണ്ട്. ഹജ്ജ് നമുക്കറിയാം വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്നതാണ് അല്ലെ? എല്ലാ ജീവിത പ്രാരാബ്ദങ്ങളും അവസാനിച്ചിട്ട് വാർദ്ധക്യത്തിന്റെ അവശതയിൽ എത്തിയതിനു ശേഷം നിർവഹിക്കേണ്ട ഒന്നാണ് ഹജ്ജ് എന്ന് നമ്മൾ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ, നമ്മുടെ സൗകര്യ സങ്കല്പങ്ങളിൽ ഒരല്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ പലർക്കും സാധ്യമാകുന്നതാണ് ഹജ്ജ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെ? നമ്മളിൽ ഇനിയും ഹജ്ജിന് പോകാൻ അവസരം ലഭിക്കാത്തവർക്ക്, ഇനിയും അത്തരം ഒരു ശ്രമം നടത്താത്തവർക്ക് ചില ചിന്തകൾ ഈ സമയത്ത് ഉണ്ടാകണം. നമുക്ക് ഭൂമി നമ്മുടെ ഉടമയിലുണ്ടെങ്കിൽ അതിൽ 2 സെന്റ് കുറവ് മതി എന്ന് തീരുമാനിച്ചാൽ ഒരു ഹജ്ജ് നിർവഹിക്കാം. നമ്മൾ വീട് വെക്കുന്നുണ്ടെങ്കിൽ ആ വെക്കുന്ന വീടിൽ, നമ്മൾ ഉണ്ടാക്കുന്ന വീടിൽ ഒരു 200 സ്ക്വയർ ഫീറ്റും കുറവ് മതി എന്ന് നമ്മൾ തീരുമാനിച്ചാൽ നമുക്കൊരു ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കും. അത്രേ വേണ്ടൂ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു ഭവനം നമുക്ക് വേണ്ടി പണിതീർപ്പെടുകയാണ് അല്ലെ? സ്വീകാര്യമായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ നമ്മൾ മനസ്സ് വെച്ചാൽ, നമ്മളൊന്ന് ഒരുങ്ങിയാൽ, നമ്മുടെ സൗകര്യ സങ്കല്പങ്ങളിൽ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചാൽ നമുക്ക് ഹജ്ജ് നിർവഹിക്കാൻ കഴിയും എന്ന് ഉണ്ടെങ്കിൽ ഹജ്ജ് വൈകിപ്പിക്കാൻ ഒരു ന്യായവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ന്യായവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൻകാന സാദം വറാഹില തുവല്യഹു ഇലാ ബൈത്തില്ലാ വലം യഹുജ് ഫലാ യമൂത അലൈഹി ഫലാ അലൈഹി അൻ യമൂത യഹൂദിയൻ ഔ നസ്റാനിയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നറിയിപ്പാണ്. ഒരാൾക്ക് അല്ലാഹുവിന്റെ ഭവനത്തിലെത്താൻ അതിനുള്ള ശേഷിയും അതിനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കെ വലം യഹുജ്, എന്നിട്ടും ഹജ്ജ് നിർവഹിക്കാതിരുന്നാൽ ഫലാ അലൈഹി അൻ യമൂത യഹൂദിയൻ ഔ നസ്റാനിയ, അവൻ ജൂതനോ ക്രൈസ്തവനോ ആയിട്ട് മരണപ്പെട്ടുകൊള്ളട്ടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ മുഅ്മിനായി മരിക്കാൻ സാധിക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം. മറ്റൊരു സന്ദർഭത്തിൽ റസൂൽ പറഞ്ഞു, യമുത്ത് യഹൂദിയൻ ഔ നസ്റാനിയ യഖൂലുഹാ 3 മറ. 3 തവണ റസൂൽ ആവർത്തിക്കുകയാണ്. ലിയമുത്ത് യഹൂദിയൻ ഔ നസ്റാനിയ, മരിച്ചുകൊള്ളട്ടെ, ജൂതനോ ക്രിസ്ത്യാനിയായി മരിച്ചുകൊള്ളട്ടെ. യഖൂലുഹാ 3 മറ, 3 തവണ ആവർത്തിക്കുകയാണ്. ആര് മരിച്ചുകൊള്ളട്ടെ? വലം യഹുജ്, ഒരാൾ ഹജ്ജ് നിർവഹിക്കുന്നില്ല.
സാമ്പത്തികമായ കഴിവും സുരക്ഷിതത്വമുള്ള വഴി സൗകര്യവും ഉണ്ടായിട്ട് ഹജ്ജ് നിർവഹിക്കാതെ ഒരാൾ മരിക്കുന്നുവെങ്കിൽ യഹൂദിയൻ ഔ നസ്രാനിയൻ, അവൻ ജൂതനോ ക്രൈസ്തവനോ ആയിട്ട് മരിച്ചു കൊള്ളട്ടെ, വത്തിക്കാനിലേക്ക് മുഖം തിരിച്ചു കിടന്ന് മരിച്ചു കൊള്ളട്ടെ, പരിശുദ്ധ കഅബയുടെ നേരെ മുഖം തിരിച്ച് മരിക്കണമെന്നവൻ ആഗ്രഹിച്ചത് കാര്യമില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചല്ലോ, കഴിവുണ്ടായിട്ടും ശേഷിയുണ്ടായിട്ടും അള്ളാഹുവിന്റെ ഭവനത്തിലെത്തി ഹജ്ജ് നിർവഹിക്കാത്തവരെ ജിമ്മികളായി പ്രഖ്യാപിക്കണം, ഇസ്ലാമിക രാഷ്ട്രത്തിലെ ന്യൂനപക്ഷമായി പ്രഖ്യാപിച്ച് അവരിൽ നിന്ന് ജിസിയ വാങ്ങണമെന്ന്. അതിന് ന്യായമായി അദ്ദേഹം പറഞ്ഞത് മാഹും ബി മുസ്ലിമീൻ, മാഹും ബി മുസ്ലിമീൻ, മാഹും ബി മുസ്ലിമീൻ, അവർ മുസ്ലിങ്ങളെയല്ല, അവർ മുസ്ലിങ്ങളെയല്ല. 3 തവണ ഉമർ റളിയല്ലാഹു അൻഹു ആവർത്തിച്ചു എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, നമ്മുടെ കുടുംബാംഗങ്ങളോടും, നമ്മുടെ കുടുംബാംഗങ്ങളിൽ ഹജ്ജിന് ബാധ്യത ഉള്ളവരോട് എന്ന് പറഞ്ഞാൽ മനസ്സ് വെച്ചാൽ ഹജ്ജ് നിർവഹിക്കാൻ കഴിയുമെന്നവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ ഇനിയും എത്ര കാലമാണ് ഹജ്ജ് നിർവഹിക്കാതെ കഴിഞ്ഞുകൂടാൻ തീരുമാനിച്ചിട്ടുള്ളത്? കാരണം നമ്മുടെ ആയുസ് നമ്മുടെ കയ്യിലല്ല. വർഷത്തിൽ ഒരിക്കൽ മാത്രം നിർവഹിക്കാൻ കഴിയുന്നതാണ് ഹജ്ജ്. ഇത് ഹജ്ജിന്റെ ഏതാണ്ട് 2-1 മാസം മുമ്പ് ഖുതുബയിൽ പറഞ്ഞതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഒരല്പം മുന്നൊരുക്കൊക്കെ ഉണ്ടെങ്കിലും നടക്കുള്ളൂ. അപ്പൊ ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ ഹജ്ജ് കമ്മിറ്റി അല്ലെങ്കിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട അതിന്റെ അതോറിറ്റി ഹജ്ജിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു കൊടുക്കും. അപ്പൊ ഒരല്പം മുന്നൊരുക്കം, മുൻകൂട്ടിയുള്ള തീരുമാനവും അതിനനുസരിച്ചുള്ള ആസൂത്രണങ്ങളും ഉണ്ടായെങ്കിൽ മാത്രമേ ഹജ്ജ് നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ നമ്മളിൽ നിന്നും ഇനിയും പടച്ചവന്റെ ഭവനത്തിലെത്താൻ അവസരം ലഭിച്ചിട്ടില്ലാത്തവർക്ക്, മനസ്സ് വെച്ചാൽ അതിന് സാധിക്കുമെന്നുള്ളവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും അടുത്ത വർഷത്തിൽ തന്നെ പരിശുദ്ധ ഭൂമിയിലെത്തി അള്ളാഹുവിന്റെ ഭവനത്തിലെത്തി പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനുള്ള അവസരം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.